SFI ക്രിമിനൽ സംഘത്തിന്റെ കണ്ണില്ലാത്ത ക്രൂരതകളുടെ ഇരകൾ നിരവധിയാണ്. അതിലൊരാളാണ് കാലടി ശ്രീശങ്കര സർവകലാശാലയിൽ 17 വർഷം മുൻപ് SFI നടത്തിയ തേർവാഴ്ചയിൽ വലത് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ മേഘ. 2007 ശ്രീശങ്കരയിൽ ഗവേഷക വിദ്യാർത്ഥിയായിരിക്കെ രക്ഷാബന്ധന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചതിനായിരുന്നു കൊടികെട്ടിയ വാരിക്കോൽ കൊണ്ട് കണ്ണിൽ കുത്തിയിറക്കിയത്. മനസാക്ഷിയില്ലാത്ത ആശയങ്ങളാണ് കലാലയങ്ങളെ കലുഷിതമാക്കുന്നതെന്നും നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് SFI എന്ന് മേഘ പറയുന്നു. കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ ഉയർത്തുന്ന ക്രൂരതകൾക്ക് അറുതിയില്ല. എത്രയോ ആളുകൾ അവരുടെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു. എല്ലായ്പ്പോഴും വേട്ടക്കാരൻ ഒരേ ആൾ തന്നെയായിരിക്കും, ഇരകൾ മാത്രമാണ് മാറുന്നത്. അതായത് SFIയെ എതിർക്കുന്ന വിദ്യാർത്ഥി സംഘടനകളിൽ ഉള്ള ആളുകൾ അവർ എല്ലാ കാലത്തും ഇരകളുടെ ഭാഗത്ത് വരുന്നു. അതേ ഘട്ടത്തിൽ തന്നെ ക്രൂരമായ ആക്രമണങ്ങൾ നേരിട്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ, അതിൽ ABVPയുടെ പ്രവർത്തകരുണ്ട്, KSUവിന്റെ പ്രവർത്തകരുണ്ട്, വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരുണ്ട്. ക്രൂരമായ ആക്രമണത്തിന് ഇരയായ ഡോക്ടർ മേഘയാണ് നമ്മളോടൊപ്പം ഉള്ളത്. 2007 SFI ക്രിമിനൽ സംഘം മേഘയെ അതിക്രൂരമായി ആക്രമിച്ചത്. വാരിക്കോല് കൊണ്ട് കണ്ണിലേക്ക് കുത്തുകയായിരുന്നു. ഈ കാഴ്ചശക്തി നഷ്ടപ്പെടാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അന്ന് 12 സ്റ്റിച്ചുകളാണ് ആ കണ്ണുകളിൽ ഇടേണ്ടി വന്നത്. അവിടെ ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ, തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു, രക്ഷാബന്ധൻ ചടങ്ങിൽ പങ്കെടുത്തു, ദേശീയതയുടെ വക്താവായി സംസാരിച്ചു എന്നത് മാത്രമായിരുന്നു അന്ന് മേഘ ചെയ്ത ആ കുറ്റം. ഇപ്പോഴും ഇത്തരം ആളുകളായി അക്രമങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ SFIയുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ട് മറ്റു വിദ്യാർത്ഥി സംഘടനകളിലുള്ള ആളുകളെ ക്രൂരമായി ആക്രമിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്നും മേഘയെ ആക്രമിച്ചവർ വിവിധ സ്ഥാനമാനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം വിവിധ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നു. അങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്ന, ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു അനുഭവം. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഡോക്ടർ മേഘയെ സംബന്ധിച്ചിടത്തോളം നീതി കിട്ടാത്ത ഈ കാലത്ത്, അതായത് 17 വർഷങ്ങൾക്ക് ശേഷവും തനിക്ക് നീതി അകലെയാണെന്ന ബോധ്യത്തിൽ എന്തെങ്കിലും ഇതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ താൻ പ്രതികരിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ മേഘ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല. കാരണം മനസ്സ് അത്രമാത്രം വേദനിക്കുന്നു ഈ ഒരു കാലയളവിൽ എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ മേഘയെ പോലെ ദുരിതം അനുഭവിക്കുന്ന, ഇപ്പോഴും കണ്ണിന് പരിക്കുകളുടെ ഭാഗമായ അസ്വസ്ഥതകൾ ഏറെയുണ്ട്. അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകരടക്കം ഇന്നുമുണ്ട്. പല കാലങ്ങളിൽ അവർ ആ അക്രമങ്ങളെ നേരിട്ട ആളുകളാണ്. അതിനെയെല്ലാം നേരിട്ട് കൊണ്ട് മുന്നോട്ട് തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ നിരവധി ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് ആ കലാലയത്തിൽ, കാലടി സർവകലാശാലയിൽ ABVPയുടെ കാവിക്കൊടി ഉയർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഇത്രയധികം ആക്രമണങ്ങൾക്ക് ഇരയായ ഡോക്ടർ മേഘ. ക്രൂരത ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകളോട് ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബധിരകർണങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവർക്കുള്ള ഏറ്റവും നല്ല മറുപടി അത് തൽക്കാലം മൗനം തന്നെയാണ് എന്ന തീരുമാനത്തിലാണ് ഡോക്ടർ മേഘ. അതുതന്നെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കലാലയങ്ങളെ കലുഷിതമാക്കുന്നവർക്കുള്ള മറുപടിയും. ക്യാമറാമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.